ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ആ ഉയരത്തിൽ നിന്നുള്ള ജനനം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ട്രെയിൻ എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു അതുപോലെ ഒരു വേറൊരു ബ്രീഡാണത്. വെൻ ഐ എം ബോൺ, ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ, ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചപ്പോൾ ഞാനൊരു ഹ്യൂമനാണ്. ഓഫ് കോഴ്സ് എൻ്റെ ജനനം ഹ്യൂമൻ ബർത്താണ്. എന്നാൽ വെൻ ഐ എം ബോൺ അഗെയിൻ, എൻ്റെ ബോഡിക്ക്, ശരീരത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ വീണ്ടും ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് 10 കിലോ കൂടുകയോ കളർ മാറുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്നതായ ജീവൻ ഹ്യൂമൻ അല്ല, ഡിവൈനാണ്. കാര്യം അത് ഉയരത്തിൽ നിന്ന് ജനിച്ചാണ്. അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ബ്രീഡ് മാറുകയാണെന്ന് പറഞ്ഞത്. ആ ബ്രീഡ് മാറുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? എൻ്റെ സ്വാഭാവിക ജനനം കൊണ്ട്, ആദാമിൻ്റെ സന്തതിയായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് ജീവിക്കാവുന്ന മാക്സിമം ആദാമിൻ്റെ അത്രയൊക്കെയാണ്. കാര്യം നമ്മുടെ അപ്പൻ്റെ അത്രയല്ല നമുക്ക്, അല്ലെങ്കിൽ അതല്ലേ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വാഭാവിക ജീവിതവും യു ക്യാൻ ലിവ് സോ ഗുഡ് ആൻഡ് ഫൈനലി യു ക്യാൻ ബിക്കം ദ ബെസ്റ്റ് ഹ്യൂമൻ. നമുക്കൊരു ബെസ്റ്റ് ഹ്യൂമൻ ആകാൻ പറ്റിയേക്കും ഈവൻ വിതൗട്ട് ജീസസ്. നല്ല മനുഷ്യനാകാൻ പറ്റിയേക്കും. പക്ഷെ വെൻ യു ആർ ബോൺ അഗെയിൻ, യു ആർ നോട്ട് ജസ്റ്റ് ഹ്യൂമൻ, യു ആർ ഡിവൈൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ആ ജനനം ആത്മാവിനാലുള്ള ജനനമായതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റും. കാരണം യേശുവും ജനിച്ചത് എങ്ങനെയാണ്? ആത്മാവിൽ. ജീസസ് ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യേശു പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതനായി എന്ന് വേദോസം പഠിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളും ആത്മാവിനാൽ ഉൽപാദിതനാവുകയാണ്. എൻ്റെ ബോഡി അല്ല, എൻ്റെ ഹ്യൂമൻ നേച്ചർ നഷ്ടപ്പെടുകയല്ല, എൻ്റെ ഹ്യൂമിനിറ്റി നഷ്ടപ്പെടുകയല്ല. പക്ഷേ അതിന് എൻ്റെ ശരീരത്തിൽ ഞാനൊരു പുതു സൃഷ്ടിയായിത്തീരുകയാണ്. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി സകലതും പുതുതായിരിക്കുന്നു എന്ന് പറയുന്നത്. ആ പുതുജനനത്താൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്ന മാക്സിമം എന്ന് പറയുന്നത് യേശുവിനെ പോലെയാണ്. എൻ്റെ സ്വാഭാവിക ജനനം കൊണ്ട് മാക്സിമം എനിക്ക് ആദാമിനെ പോലെ ആകാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ പുതുജനനത്താൽ എനിക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയും. അതാണ് വീണ്ടും ജനിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അതൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. അതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആ റിലേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അവിടെ കയറി കഴിയുമ്പോഴാണ് മറ്റേ ലോകത്തെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല. സഹോദരൻ വഴി തെറ്റിപ്പോയാൽ അവന് വഴി പറഞ്ഞു കൊടുക്കുന്നതും, ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു സഹോദര നീ പോകുന്ന വഴി തെറ്റിപ്പോയി. ഉടനെ അവൻ അടുത്ത ചോദ്യം, അത് അവനോട് തോന്നണ്ടായോ എന്ന്. വഴി തെറ്റിപ്പോയി എന്നുള്ളത് അവനോട് തോന്നണ്ടായോ? അവിടെയാണ് മറ്റൊരു കാര്യം. ഞാനത് പറയാൻ കാരണം എന്നറിയാമോ? എനിക്ക് 2 വഴി അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് നേരെ താഴോട്ട് പൊട്ടി വീണ ആളൊന്നും അല്ലല്ലോ. ഇവൻ പോയ ഇതേ വഴിയെ കൂടെ പോയ ആളാണ് ഞാൻ. 2 വഴികളിലൂടെയും നടന്ന ഒരാൾക്ക് മാത്രമേ ഏത് വഴിയാണ് സത്യം എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഈ പാവം പിടിച്ചോര് പോയി മറ്റുള്ളവരോട്, എൻ്റെ പൊന്നു സഹോദര നീ പോകുന്ന വഴി ശരിയായ വഴിയല്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? അതിലെ ആ വഴിയാണ് ഞാനും വന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് നമ്മളങ്ങ് പറയുന്നതാണ്. എന്ന് തന്നെയല്ല, സ്നേഹം കൊണ്ടുമാണ്. വഴി തെറ്റിപ്പോകുന്ന എൻ്റെ ഒരു സഹോദരനെ കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. അത്രേ ഉള്ളൂ. അവനത് തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ പോകുന്ന വഴി ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഒരു സുവിശേഷകന് അല്ലെങ്കിൽ ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി മറ്റൊരാളെ ആ സത്യത്തിലേക്ക് വഴി നടത്തുന്നതിൻ്റെ കാരണം ഇത് മാത്രമേ ഉള്ളൂ. എന്ത്? അവൻ നഷ്ടപ്പെട്ടു പോകരുത്, അവൻ പോകുന്ന വഴി നാശത്തിലേക്കാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ്. ദൈവ വഴി അല്ലാത്ത മറ്റ് വഴികളിൽ പോകുന്ന എല്ലാവരും ലോസ്റ്റ് ആണ്. ദേ ആർ ലോസ്റ്റ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ യഥാർത്ഥ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി ഒരു വഴിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ജീസസ്. There is only one way and that is Jesus. ഒറ്റ വഴിയേ ദൈവത്തിനുള്ളൂ. അതെന്താണ്? യേശു. ഞാനിപ്പം ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ എത്രയോ ഗ്യാസസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രാണവായു എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. എന്ത്? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ നിന്നോട് പറയുകയാണെന്ന് വെച്ചോ, ഓക്സിജൻ മാത്രമേ നമുക്ക് ജീവൻ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്തോ ഈ പറയുന്നത്? വേറെ എത്രയോ ഗ്യാസസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നത് പ്രാണവായു ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളങ്ങ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം സംസാരിക്കുന്നെന്നുള്ളേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. നമുക്ക് ആത്യന്തികമായി നന്മ അല്ലെങ്കിൽ പല വഴികൾ എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ തന്നെ പ്രിൻസിപ്പിൾ അല്ല. എല്ലാവരും പറയുന്നത് എന്താണ്? എത്രയോ മതങ്ങളുണ്ട്, എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ്. ഒരു വൃക്ഷത്തിന് പല ശിഖരങ്ങൾ ഉള്ളതുപോലെയാണ്, എല്ലാം അങ്ങ് ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ സുഖമുള്ള ഫിലോസഫി ആണെങ്കിലും സത്യം അതല്ല. ഏത് ഗ്യാസ് ശ്വസിച്ചാലും നിനക്ക് ജീവിക്കാമെന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമാണെങ്കിലും അത് യാഥാർത്ഥ്യമല്ല. ഒരുത്തം പറയാം, ഞാൻ കാർബൺ മോണോക്സൈഡാണ് രക്ഷാമാർഗം, ജീവശ്വാസം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അതേ ഞാൻ ശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരൻ നീ ചത്തുപോകും.
മനുഷ്യന് ഭൂമിയിൽ ജീവൻ കിട്ടാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നത് ഓക്സിജൻ മാത്രമാണ് എന്നതുപോലെ മനുഷ്യന് നിത്യജീവൻ കൊടുക്കാൻ, ഭൂമിയിൽ ജീവൻ കൊടുക്കാൻ ദൈവം ഓക്സിജൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നതുപോലെ മനുഷ്യന് നിത്യജീവൻ കൊടുക്കാൻ ദൈവം ഒരു വഴിയേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ജീസസ്. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു സബ്വേ സാൻഡ്വിച്ച് പോലെ അല്ലാതെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. സബ്വേ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് പോയി കഴിക്കുന്ന സാധനമാണ് ഈ സബ്വേ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. സബ്വേ സാൻഡ്വിച്ചിൻ്റെ ഒരു കാര്യം, എനിക്ക് ഇഷ്ടമാകുന്ന കാര്യം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതായത് അവർ ഏത് ബ്രെഡ് വേണം, ഓട്ട് മീൽ ബ്രെഡ് വേണോ അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് വേണോ, അവർ തന്നെ ചോദിക്കും ഏത് ബ്രെഡ് വേണം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ബ്രെഡ് എനിക്ക് തിരഞ്ഞെടുക്കാം. ആ ബ്രെഡ് തുറന്നിട്ട് അവർ ചോദിക്കും എന്തൊക്കെ വെക്കണം, അതിനകത്ത് എന്തൊക്കെ ഇല വെക്കണമെന്നും എന്തൊക്കെ കാ വെക്കണമെന്നും പൂ വെക്കണമെന്നും എല്ലാം ഇവർ ചോദിക്കുകയാണ്. ഏത് സോസ് ഒഴിക്കണം, എന്ത് മീറ്റ് വെക്കണം, എല്ലാ കാര്യങ്ങളും ഇവർ ചോദിച്ച് എനിക്കിഷ്ടമുള്ള വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ സബ്വേ സാൻഡ്വിച്ച് ഒരുക്കിയെടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള, എനിക്ക് ടേസ്റ്റി ആയിട്ടുള്ള വഴി. പക്ഷേ സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ള വഴി എന്ന് പറയുന്നത് ഒരു സബ്വേ സാൻഡ്വിച്ച് ഒന്നും അല്ല. എനിക്കിഷ്ടമുള്ള വഴിയെ സ്വർഗത്തെ പോകാനായിട്ട് പറ്റത്തില്ല. ഇഫ് യു വാണ്ട് ടു ഗോ ടു ഹെവൻ, ചൂസ് ഗോഡ്സ് വേ ആൻഡ് ദാറ്റ് ഈസ് ജീസസ്. ഇഫ് യു വാണ്ട് ടു ഗോ ടു ഹെൽ, യു ക്യാൻ ചൂസ് യുവർ ഓൺ വേ. സ്വർഗത്തിലേക്ക് പോകാൻ യു നീഡ് ടു ചൂസ് ജീസസ്. ദാറ്റ് ഇസ് ദി ഓൺലി വേ. ഇഫ് യു വാണ്ട് ടു ഗോ ടു ഹെൽ, യു ആർ സോ ഫ്രീ. അതൊരു സബ്വേ സാൻഡ്വിച്ച് പോലെയാണ്. ചൂസ് യുവർ ഓൺ വേ. നരകത്തിലേക്ക് പോകാൻ ഇഷ്ടംപോലെ വഴിയുണ്ട്, പക്ഷേ സ്വർഗത്തിലേക്ക് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വഴിയെ പോകാത്ത എല്ലാവരും വേറെ ഏത് വഴിയെ പോയാലും അവരെ വിളിക്കേണ്ട പേരെന്തേ ഉള്ളൂ? ദ ലോസ്റ്റ്. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്കും ഈ മെസ്സേജസ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റ് റിലീജിയനിൽപ്പെട്ട മറ്റ് മതങ്ങളിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും കൂടെ എൻ്റെ സ്നേഹ സന്ദേശമാണ്. വിശ്വസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഞാൻ ഈ രണ്ട് വഴികളും അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഇറ്റ് ഈസ് നോട്ട് എ സബ്വേ സാൻഡ്വിച്ച്, ഇറ്റ് ഈസ് ഓൺലി ജീസസ്. 38 ഇയേഴ്സിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ അത്രേ ഉള്ളൂ, അതിക്കുള്ളൊന്നുമില്ല. 38 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചൂസ് ചെയ്ത വഴി തെറ്റായിരുന്നില്ല എന്ന് 100% ഉറപ്പോടുകൂടെ എനിക്ക് പറയാനായിട്ട് പറ്റും. ഉറപ്പോടുകൂടെ. ഈ വഴിയെ പോയി ഞാൻ കൂടുതൽ കാശൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇന്നും എനിക്ക് 100% ബോധ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറയാം, ദിസ് ഈസ് ദി ഓൺലി വേ. ഇതല്ലാതെ വേറൊരു വഴിയില്ല. എനിക്ക് ഈ വഴി വിട്ട് പോകാൻ ആഗ്രഹമില്ല എന്ന് തന്നെയല്ല, എനിക്ക് അഷ്വറൻസ് ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വഴി എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഏത് സുഹൃത്തിനോടും, അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, എത്ര പാപികളാണെങ്കിലും, എത്ര നല്ലവരാണെങ്കിലും ഞാൻ പറയും, ഈ വഴി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതാണ് സത്യമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്, 100% ബോധ്യത്തിൽ നിന്നാണ്. അതൊരു പാട്ടുപാടി കൈയടിച്ച് ആരാധിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു ഒരു ലൈറ്റ്നിങ്ങിലുണ്ടായ ഒരു ബോധ്യമൊന്നുമല്ല. ഞാനതിനെതിരൊന്നും പറഞ്ഞൊന്നുമല്ല. പക്ഷെ അങ്ങോട്ട് കൈയടിച്ചുണ്ടായ ഒരു എക്സ്റ്റസിയിൽ നിന്നുള്ള ഒരു ചിന്തയൊന്നും അല്ല ഇത്. ഒരു എക്സ്റ്റസി ഒന്നും അല്ല. എക്സ്റ്റസിക്ക് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ എക്സ്റ്റസിയിൽ നിന്നൊന്നും അല്ല എൻ്റെ ബോധ്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല എൻ്റെ ബോധ്യം. എൻ്റെ ആത്മാവിലുള്ള ദൈവ സംസർഗത്തിൽ നിന്ന് ഐ വാക്ക് വിത്ത് ഗാഡ്, ഐ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവം എനിക്കൊരു യാഥാർത്ഥ്യമാണ്. ഗോഡ് ഈസ് എ റിയാലിറ്റി ടു മീ. എനിക്ക് ദൈവം ഒരു റിയാലിറ്റിയാണ്, 100% റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദർ ഈസ് ഓൺലി വൺ വേ. ഇഫ് യു ആർ നോട്ട് ഇൻ ദാറ്റ് വേ, യു ആർ ലോസ്റ്റ്. അത് അവിശ്വാസിയോ വിശ്വാസിയോ ആരാണെങ്കിലും, അത് ഒരു പാപിയാണെങ്കിൽ തീർച്ചയായിട്ടും ഹീസ് എ ലോസ്റ്റ് സിന്നർ. പാപിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയാൻ പറ്റുന്നത് ഹീസ് എ ലോസ്റ്റ് സിന്നർ. ഈവൻ ഇഫ് ഹീസ് എ ബിലീവർ, ഹീസ് എ ലോസ്റ്റ് ബിലീവർ. ഈവൻ ഇഫ് ഹീസ് എ പാസ്റ്റർ, ഇഫ് ഹീസ് നോട്ട് വാക്കിംഗ് ഇൻ ദ വേ ഓഫ് ജീസസ്, ഹീസ് എ ലോസ്റ്റ് പാസ്റ്റർ. ദാറ്റ്സ് ഓൾ. ഈവൻ ഇഫ് ഹീസ് എ മിഷണറി, ഹീസ് എ ലോസ്റ്റ് മിഷണറി. ദൈവ വഴിയിൽ നടക്കാത്ത, ദൈവത്തെ യേശു നടന്ന വഴിയിലൂടെ നടക്കാത്തവനെല്ലാം ലോസ്റ്റാണ്, പാപിയും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അവിടെ തുടങ്ങുന്നത്. ഐ സ്റ്റാർട്ട് വിത്ത് എ സിന്നർ. വെൻ യു ആർ എ സിന്നർ, ഇഫ് യു ആർ എ സിന്നർ, യു ആർ നോട്ട് ഓൺ ഗോഡ്സ് വേ. കയ്യിൻ്റെ കാര്യം എടുക്കുക. വേദപുസ്തകത്തിൽ നിന്ന് ഉള്ള ചില ഉദാഹരണങ്ങൾ ഇതുമായിട്ട് ചേർത്ത് പറയുന്നുള്ളൂ. കയീൻ വാസ് ലോസ്റ്റ്. കയീൻ നഷ്ടപ്പെട്ടു പോയവനാണ്. കയീൻ്റെ ചരിത്രം നമുക്ക് അറിയാം. കയീൻ ആദമിൻ്റെയും ഹവ്വയുടെയും മകൻ. അവൻ്റെ സഹോദരൻ ഹാബേൽ. അവർ ഒത്തിരി സഹോദരന്മാരുണ്ടായിരുന്നിരിക്കണം. വേദപുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വലിയ ഒരു കാലഘട്ടത്തിലെ ചരിത്രം കൺസൈസ് ചെയ്ത് എഴുതിയത് കൊണ്ട് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടില്ല. അതങ്ങനെയാണ്. ഞാൻ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങൾ, ഇപ്പം പെന്തിക്കോസ് ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ ഒരു ബുക്ക് അവൈലബിൾ ആണ്. ആ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ റിസർച്ച് ചെയ്തതാണ്. ആ റിസർച്ചിൽ ഞാൻ എഴുതി ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് 3000 റൈറ്റിംഗ് പേജസാണ്. 3000 റൈറ്റിംഗ് പേജസ് എഴുതിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു പുസ്തകം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് വിൽ ബി സോ ബിഗ് ദാറ്റ് പീപ്പിൾ കനോട്ട് ബൈ ഇറ്റ്. പിന്നെ അത് കൺസൈസ് ചെയ്ത് 450 പേജ് ആക്കി. 450 പേജ് ആക്കിയപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞാൻ എഴുതിയതിനകത്തൊരു 1/4 പങ്കും എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വെട്ടിക്കളയേണ്ടി വന്നു. വെട്ടിക്കളഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ ലിങ്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ഏറ്റവും അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ടാണ് ആ ബുക്ക് കൺസൈസ് ചെയ്ത് അബ്രിഡ്ജ് ചെയ്ത് എഴുതിയത്. ഇതുപോലെ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വളരെ ദീർഘമായ വർഷങ്ങളുടെ ചരിത്രമായതുകൊണ്ട്
ബിബ്ലിക്കൽ റൈറ്റർ അത് എഴുതുമ്പോൾ കൺസൈസ് ചെയ്ത് എഴുതിയതുകൊണ്ട് ആദാമിൻ്റെ എല്ലാ മക്കളെയും അതിനകത്ത് പരിചയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ അധ്യായം ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്ന ചരിത്രം വിവരിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവ് അവനെ സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. നാലാമത്തെ അധ്യായത്തിൽ ഫസ്റ്റ് മർഡർ. അതുകൊണ്ട് കയ്യനും ഹാബേലും മാത്രമാണ് ആദാമിനുണ്ടായിരുന്ന മക്കളെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചില ആളുകൾ ചോദിക്കും, കയ്യനും ഹാബേലും പിന്നെ അവനോടുന്ന കല്യാണം കഴിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല. ഇൻ ദോസ് ഡേയ്സ് ദെർ വർ മെനി പീപ്പിൾ. ആദമിൻ്റെ മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ ഉള്ള ഒന്നാമത്തെ കാര്യം അന്ന് 900 വർഷം 1000 വർഷമൊക്കെ അല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ്, ദേ ഹാവ് മെനി ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ഗെറ്റ് മാരീഡ്. ഒരു പക്ഷേ ആദ്യം ഓൺ സിസ്റ്റേഴ്സ്, വേറെ ചോയ്സ് ഇല്ലല്ലോ. ഓൺ സിസ്റ്റേഴ്സിനെ മാരി ചെയ്തിട്ടുണ്ടായിരിക്കാം, അന്ന് വേറെ ചോയ്സ് ഇല്ല. ഇന്നിപ്പോൾ അതൊരു കാര്യമല്ല. അന്ന് ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് അലൗഡ്, അക്സെപ്റ്റഡ്, ദാറ്റ്സ് ഓൾ. അങ്ങനെ അനേക മക്കൾ ഉണ്ടായിരുന്ന സമയത്ത് കയീനും ഹാബേലിൻ്റെയും ചരിത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? നമുക്ക് ബുദ്ധിയുപദേശത്തിനായി, നമുക്ക് മനസ്സിലാക്കേണ്ടതിന്, ഫസ്റ്റ് മർഡർ കാണിക്കാനായിട്ട്. അവിടെ കയീൻ്റെ ചരിത്രം വായിക്കുമ്പോഴത്തേക്ക് കയീൻ ഇതുപോലെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത ആളാണ്. കയീൻ ദൈവ വഴി തിരഞ്ഞെടുക്കുന്നതിന് പകരം എന്ത് തിരഞ്ഞെടുത്തു? സ്വന്തം വഴി. സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നവരെല്ലാം എങ്ങനെയാണ്? ദേ ആർ ലോസ്റ്റ്.